ഹായ് എവരിവൺ. SSC GD 2026 എക്സാം നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. പാരാമിലിറ്ററി ഫോഴ്സുകൾക്ക് വേണ്ടിയുള്ള എക്സാം ആണ് ഇത്. നമുക്കറിയാം, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നടത്തുന്ന ഗ്രൗണ്ട് ഡ്യൂട്ടി എക്സാം ആണ് SSC GD പാരാമിലിറ്ററി ഫോഴ്സ് എക്സാംസ്. ഓക്കെ, അപ്പൊ ഇത് എന്നാണ്, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് സമയം നമുക്ക് വളരെ കുറവാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ളത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഡിസംബർ മാസം 31. 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഡിസംബർ 1-ാം തീയതി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഡിസംബർ 31. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഡിസംബർ 31 വരെ അല്ലെങ്കിൽ ഡിസംബർ ഒരു 28-ന് ശേഷമല്ല വെബ്സൈറ്റ് ഭയങ്കരമായിട്ട് നമുക്ക് അതിൽ കൂടുതൽ ക്രൗഡ് വരും, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന്, നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന എത്രയും പെട്ടെന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്യണം. ലാസ്റ്റ് ഡേറ്റ് 31. പിന്നീട് നമുക്ക് കറക്ഷൻ 1-ാം തീയതി വരെ നമുക്ക് ഫീസ് അടയ്ക്കാം കേട്ടോ. ഓൺലൈൻ ഫീസ് നമുക്ക് 1-ാം തീയതി വരെ അടയ്ക്കാം. ഫീസിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഫീസ് ഉള്ളൂ, അത് 100 രൂപയാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, അതേപോലെ തന്നെ റിസർവേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിന്, OBC അല്ല മറ്റ് റിസർവേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിന് ഫീസ് ഇളവുണ്ട്, ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് തീയതി 1-ാം തീയതിയാണ്. ശ്രദ്ധിക്കുക, ഡിസംബർ 31 അവസാന തീയതി അപ്ലൈ ചെയ്യേണ്ടത്. ജാനുവരി 1-ന് നമ്മൾ ഫീസ് അടച്ചിട്ടുണ്ടാവണം, ലാസ്റ്റ് ഡേറ്റ്. പിന്നെ ജാനുവരി 8 മുതൽ 10 വരെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്താനുള്ള ദിവസങ്ങളാണ് ജാനുവരി 8 മുതൽ ജാനുവരി 10 വരെ. 2 ദിവസമാണ് സമയമുള്ളത്. എക്സാം ഡേറ്റ് ടെന്റേറ്റീവ് ആണ്, ഡേറ്റ് കൺഫേം ആയിട്ടില്ല. എന്നിരുന്നാലും ടെന്റേറ്റീവ് ഡേറ്റ് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് നടത്താൻ SSC തീരുമാനിച്ചിട്ടുള്ളത്. 2026-ലെ വേക്കൻസീസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ CISF-ലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത്. നിങ്ങൾക്ക് നോക്കാം, ചാർട്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആ ലാസ്റ്റ് നോക്കിയാൽ മതി, ഗ്രാൻഡ് ടോട്ടൽ നിങ്ങൾ നോക്കിക്കോളൂ. ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് CISF-നാണ്. അതിനുശേഷം വേക്കൻസീസ് വരുന്നത് CRPF-നാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് എല്ലാവരും ശ്രമിക്കുന്നത് CISF-ന് വേണ്ടിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും ടോട്ടലായിട്ട് എത്രത്തോളം വേക്കൻസി ഉണ്ട് നോക്കാം. നമുക്ക് 25,487 വേക്കൻസീസ് ആണ്. ഈ വേക്കൻസീസും ടെന്റേറ്റീവ് വേക്കൻസീസ് ആണ് കേട്ടോ. ഇത് കൂടാനാണ് സാധ്യത. ഈ ടെന്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈനലൈസ് ചെയ്യാത്ത കാരണമാണ് ഈ ടെന്റേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 25,487 വേക്കൻസി എന്നുള്ളത് ഇനിയും കൂടാനാണ് സാധ്യത. അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നമ്മളിത് ഏത് പ്രായം വരെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് അപ്ലൈ ചെയ്യേണ്ട പ്രായം ജനറൽ കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ, അത് റിസർവേഷൻ ഒന്നും ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ 18 മുതൽ 23 വയസ്സ് വരെയാണ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന പ്രായം. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് അറിയാം. നോക്കൂ, 2/1/2003 മുതൽ 1/1/2008 വരെ ആ കാലപരിധിയിൽ ജനിച്ച കുട്ടികൾക്കാണ് ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. OBC കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ 18 മുതൽ 26 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കൂ, സ്റ്റാർട്ടിംഗ് ഡേറ്റ് 02/2/2000 മുതൽ 1/1/2008 വരെ. മിനിമം പ്രായം എല്ലാവർക്കും സെയിം ആണ് കേട്ടോ, 18 വയസ്സാണ്. SC/ST ആണ് എന്നുണ്ടെങ്കിൽ 2/1/1998 മുതൽ 1/1/2008 വരെ ആ കാലപരിധിയിൽ ജനിച്ച കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. OBC കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ SC/ST കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ, അവർക്ക് ഏജ് റിലാക്സേഷൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും അവർ ജാതി കളിക്കുന്ന സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കണം. അത് എടുത്തു വെക്കേണ്ട ഡേറ്റ് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ എന്നാണോ നമ്മുടെ നോട്ടിഫിക്കേഷൻ, നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ആവുന്നത്, അതായത് ഡിസംബർ 31 നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ആവുന്നത്, ആ തീയതിക്കുള്ളിൽ ലാസ്റ്റ്, അതായത് ഈ മാസം തന്നെ നമ്മൾ നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിലും SC/ST ആണെങ്കിലും ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഡിസംബർ 31-ന് മുന്നായിട്ട് നമ്മളത് എടുത്തു വെക്കണം. ഇനി ഇതിൽ വിദ്യാഭ്യാസ യോഗ്യത എത്രയാണ്, പഠനം എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. 10-ാം ക്ലാസ് ആണ് യോഗ്യത. 10-ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പാസ് മാർക്ക് മതി, ഇത്ര മാർക്ക് വേണം എന്നുള്ളതില്ല. ഇപ്പൊ D+ ഉള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സാം ആണ് SSC/GD എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ 10 പാസ്സാവുന്ന കുട്ടികൾ, 10th പാസ്സായ എല്ലാവർക്കും, ആ പ്രായപരിധിയിലുള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന് നമുക്കൊരു ഹൈറ്റ് കാറ്റഗറി ഉണ്ട്. ഇത്ര ഹൈറ്റ് വേണം, ഇത്ര മിനിമം ഹൈറ്റ് വേണം എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ ഫിസിക്കൽ മെഷർമെന്റ്സിൽ നിങ്ങൾ ഔട്ടായി പോകാൻ സാധ്യത. അത് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്നല്ല. അപ്പൊ 10-ാം ക്ലാസ് മതി, 10th പാസ്സായ എല്ലാവർക്കും SSC/GD എക്സാം എഴുതാൻ പറ്റും. ഇനി മിനിമം വേണ്ട ഹൈറ്റ് എത്രയാണ്, അല്ലെങ്കിൽ മിനിമം വേണ്ട ചെസ്റ്റ് എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ആൺകുട്ടികളാണ് എന്നുണ്ടെങ്കിൽ
170 ആണ് ഹൈറ്റ് വേണ്ടത്. അതും ST കാറ്റഗറിയിലുള്ള ആൺകുട്ടികളാണ് എന്നുണ്ടെങ്കിൽ 162.5, അതായത് 162.5 ഹൈറ്റ് മതിയാവും. ഓക്കെ, അപ്പൊ ആൺകുട്ടികൾക്ക് വേണ്ട ഹൈറ്റ് 170. ST വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ 162.5 മതി ഹൈറ്റ്. ഇനി പെൺകുട്ടികൾക്ക് വേണ്ട ഹൈറ്റ്, പെൺകുട്ടികൾക്ക് വേണ്ട ഹൈറ്റ് 157 സെന്റിമീറ്റർ ആണ്. അതും ST കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ 150 സെന്റിമീറ്റർ മതി. SC കാറ്റഗറിക്ക് ഹൈറ്റിൽ ഇളവില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ST കാറ്റഗറി, ട്രൈബൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമേ ഹൈറ്റിൽ ഇളവുള്ളൂ. അത് ആൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 162.5, പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 150 ST കാറ്റഗറി ആണെങ്കിൽ. ബാക്കി എല്ലാവർക്കും ആൺകുട്ടികൾക്ക് 170 സെന്റിമീറ്ററും പെൺകുട്ടികൾക്ക് 157 സെന്റിമീറ്ററുമാണ് ഹൈറ്റ് മിനിമം വേണ്ടത്. ഇനി ചെസ്റ്റ്, അത് ആൺകുട്ടികൾക്ക് മാത്രമേ അത് നോക്കുകയുള്ളൂ. മിനിമം വേണ്ടത്, എക്സ്പാൻഷൻ ഇല്ലാതെ വേണ്ടത് 80 സെന്റിമീറ്ററും വിത്ത് എക്സ്പാൻഷൻ 85, അതായത് മിനിമം 5 സെന്റിമീറ്റർ എങ്കിലും ചെസ്റ്റ് എക്സ്പാൻഡബിൾ ആയിരിക്കണം. അത് ആൺകുട്ടികൾക്ക് മാത്രമുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്, അത് പെൺകുട്ടികൾക്ക് ബാധകമല്ല. അപ്പൊ മിനിമം വേണ്ടത് 80 സെന്റിമീറ്ററും നമ്മൾ വിത്ത് എക്സ്പാൻഷൻ വേണ്ടത്, എക്സ്പാൻഡ് ആവേണ്ടത് 5 സെന്റിമീറ്ററുമാണ്. മിനിമം വേണ്ട ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. ഹൈറ്റ് ആണെങ്കിലും ചെസ്റ്റ് ആണെങ്കിലും ആൺകുട്ടികൾക്ക് ഹൈറ്റ് മാത്രമായിട്ട്, പെൺകുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്. നമ്മൾ ഏത് വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? നേരത്തെ ssc.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൂടെയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോൾ വർക്കിംഗ് അല്ല, മീൻസ് അത് ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ssc.gov.in ആണ്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ SSC തുറന്നു വരുന്ന പരീക്ഷകൾക്കെല്ലാം നിങ്ങൾ എന്താ ഓരോ തവണയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. ഇതിന് പുറമെ നമുക്ക് മൊബൈൽ ആപ്പ് അവൈലബിൾ ആണ്. ഈ മൊബൈൽ ആപ്പ് MySSC എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പിലൂടെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അക്ഷയ സെന്റേഴ്സിൽ പോയി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ, അതായത് ssc.nic.in ചെയ്യരുത്. ഏതിലാ ചെയ്യേണ്ടത്? ssc.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്. ഈ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇപ്പൊ എടുക്കണമെന്നില്ല, ടൈം വരും. നിങ്ങൾ എക്സാം ജയിച്ച്, ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം ജയിച്ചിട്ട് നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്. അത് നിർബന്ധമായിട്ടും വേണം. നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് താമസിക്കുന്നത് ആ സ്റ്റേറ്റിലെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. പക്ഷെ അത് എപ്പോഴാണ് ആവശ്യം? നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്താണ് ആവശ്യം. പക്ഷേ നമ്മൾ എടുത്തു വെക്കേണ്ട, ഇപ്പോൾ ഡിസംബർ 31 മുമ്പ് നമ്മൾ എടുത്തു വെക്കേണ്ടത് നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളതാണ്. അത് ഇപ്പോൾ പെട്ടെന്ന് പോയി എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളത് എക്സാം എല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ എടുക്കാം. നമുക്ക് നിങ്ങളെല്ലാം എക്സാം എല്ലാം പാസ്, എല്ലാ പ്രൊസീജിയറും ഫിനിഷ് ആവുന്ന സമയത്ത്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ആവശ്യമുള്ളതാണ് ഈ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ എക്സാം നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇതെല്ലാമാണ്. നിങ്ങൾ ഉടനെ തന്നെ അടുത്തുള്ള നിങ്ങൾക്ക് ഏത് അക്ഷയ കേന്ദ്രമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആണെങ്കിലും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് ഇത് അപ്ലൈ ചെയ്യണം. ഡിസംബർ 31 ലാസ്റ്റ് ഡേറ്റ്. ഡിസംബർ 25 ശേഷം നിങ്ങൾ വെബ്സൈറ്റ് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. ഒരുപാട് അതിലോട്ട് തിരക്ക് ഒരുപാട് വരും. ഒരുപാട് പേര് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ, നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന എത്രയും നേരത്തെ ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൽ എക്സാംസ് എങ്ങനെയാണ് എഴുതേണ്ടത്, എക്സാം എന്തൊക്കെയാണ്, പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്, ഫിസിക്കൽ ടെസ്റ്റിന് എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് നമ്മുടെ അടുത്ത വീഡിയോസിൽ വരും. കൃത്യമായിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, സിലബസ് ഡിസ്കഷൻ ഉണ്ടാവും, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഫിസിക്കൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് തുടർന്നുള്ള വീഡിയോസിൽ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.